ഗബ്രിയുടെ ഒരവസ്ഥയെ ജാസ്മിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റേ ഗബ്രി അവിടെ ചെയ്തിട്ടുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ ലൈവിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ തെറ്റാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ലൈവിൽ ആരോടും ഒരു പ്രശ്നത്തിനും പോവാതെ അനങ്ങാണ്ട് പുറത്ത് സോഫയിൽ കിടന്നുറങ്ങുന്ന ഗബ്രി അവിടെ വന്ന് ജാസ്മിൻ ഗബ്രിയോട് പരാതി പറയാണ്. സിബിൻ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലടാ, സിബിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി, അവൻ എന്നെ വൃത്തിയില്ലാത്തവളെ എന്ന് വിളിച്ച് കളിയാക്കുന്നു, എനിക്കൊരക്ഷരം പോലും പറയാൻ പറ്റുന്നില്ല. ഏതാണ്ട് ജാസ്മിൻ ചെന്ന് പരാതി പറയുമ്പോൾ ഗബ്രിയുടെ മോറ് മാറുന്ന മാറ്റം കാണണം. നിന്നെ അവൻ ഇത്രയൊക്കെയല്ലേ പറയുന്നുള്ളൂ, അവൻ എന്നെ പറയണമെന്നും കേട്ടിട്ടില്ലല്ല, സഹിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജാസ്മിന്റെ ഉള്ളിൽ ഇപ്പൊ ഗബ്രി സീനാണ്. ഗബ്രി ഏട്ടനെ കൊണ്ട് ഇപ്പൊ തന്നെ പോയിട്ട് സിബിനെ തൂക്കണം, രണ്ടുപേരും കൂടി പോയിട്ട് സിബിനെ പറഞ്ഞ് ഇപ്പൊ തന്നെ ഞങ്ങൾ തൂക്കും. ഗബ്രിനെ അതിനു വേണ്ടി വിളിക്കാനാ പോയത്. ഗബ്രിക്കറിയാം സിബിന്റെ അടുത്ത് ചെന്നാ കളി നടക്കൂല, സംസാരിച്ച് നിൽക്കാൻ പറ്റൂല എന്നുള്ള കാര്യം. അപ്പോ ഗബ്രി തലയ്ക്കും മുള്ളിനും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യം സോൾവ് ആക്കാൻ പോവാണ്. എടി നീ അങ്ങനെ അത് ശ്രദ്ധിക്കണ്ട, അവൻ അത് പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ, അത് അവന്റെ ഗെയിം, അവന്റെ ഗെയിമിൽ ഒരിക്കലും വീഴരുത് എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജാസ്മിൻ, എടാ നീ എന്നെ ഒന്നില്ലെങ്കിൽ ഹഗ് ചെയ്യ്, അല്ലെങ്കിൽ എന്റെ കൈ പിടിച്ചൊന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഇതിപ്പോ ഗബ്രിയുടെ ഹഗ് വാങ്ങാൻ വേണ്ടി വന്ന് പരാതി പറഞ്ഞിട്ടായിപ്പോയി. എടാ എന്നെ നീ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ എന്റെ കയ്യിലെങ്കിലും ഒന്ന് കയറി പിടിക്കുക, എന്നിട്ട് കുറച്ച് എന്നെ സമാധാനിപ്പിക്കുക. അപ്പൊ ഗബ്രി കൈ കയറി പിടിക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നില്ല. അങ്ങനെ കൈ പിടിച്ച് കുറച്ചു നേരം, എടി നീ ശ്രദ്ധിക്കല്ലേ, അത് അവന്റെ ഗെയിമാണ്, നമ്മുടെ ഗെയിമിൽ ശ്രദ്ധിക്കുക, അവന്റെ ഗെയിമിൽ വീഴാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറ്റം. എന്ന് വെച്ചാൽ സിബിന്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഗബ്രിക്കും ജാസ്മിനും എതിർക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ. ഇപ്പൊ സ്ട്രോങ് പ്ലെയർ ആണെങ്കിലും ജിൻഡോനെ സംസാരിച്ച് തോപ്പിക്കാനുള്ള ടോക്കിംഗ് സ്കില്ലൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനൊക്കെ. അവർക്ക് ജിൻഡോയെ പരാജയപ്പെടുത്താൻ പറ്റും നാക്കിന്റെ ബലത്തിൽ. പക്ഷേ സിബിന്റെ അടുത്ത് അത് നടക്കില്ല. ഈ ഒരു കാലയളവിൽ തന്നെ അവർക്ക് ആ കാര്യം മനസ്സിലായി. അതാണ് ഗബ്രി അതിനകത്ത് വലിയ കാര്യമായിട്ട് കയറി ഇടപെടാത്തത്. പിന്നീട് അവിടെ നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇനി വലിയ സപ്പോർട്ടൊന്നും ജാസ്മിന് അമിതമായിട്ട് ഗബ്രി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഇവർ തമ്മിലുള്ള ബന്ധം വിട്ടുപിരിഞ്ഞ് പോകുമെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ജാസ്മിന് ചിലതൊക്കെ മനസ്സിലായി കാണും, ഇനി എന്തിനും ഏതിനും ഗബ്രിയേട്ടൻ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ടണം. താങ്ക്